നമസ്കാരം, ഞാൻ അഞ്ജലി പി വി. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഒരു കുടന്ന വെളിച്ചമായി അതിലെ 2ാമത്തെ പാഠമായ സഫലമീ യാത്ര എന്ന കവിതയാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുത്തുകാരനായ NN കക്കാടിനെ കുറിച്ചും അദ്ദേഹം കവിത എഴുതാനുണ്ടായ സാഹചര്യവുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആശുപത്രിവാസത്തിനിടെ അദ്ദേഹം ഭാര്യയോട് പറയുന്നതായിട്ടാണ് കവിത രചിച്ചിരിക്കുന്നത്. അസുഖബാധിതനായി നിൽക്കുമ്പോൾ കഴിഞ്ഞ ജീവിതത്തിൻ്റെ പല ഓർമ്മകളെയും തിരിഞ്ഞു നോക്കുകയാണ് കവി. മാത്രമല്ല, തൻ്റെ അവസാന നിമിഷം അടുത്തു എന്നറിഞ്ഞിട്ട് പോലും ജീവിതത്തെ, ഇനിയുള്ള നിമിഷങ്ങളിൽ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റാനാണ് കവി പറയുന്നത്. പക്ഷേ ഒരുപാട് ഓർമ്മകൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ഓർമ്മകൾ മാഞ്ഞു പോകുന്നുണ്ട്, അവ്യക്തമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏതാണ്ടൊരോർമ്മ വരുന്നുവോ, ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും കടന്നു പോമീ വഴി, നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഇപ്പഴയ ഓർമ്മകളൊഴിഞ്ഞ കാലം, തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. എന്താ പറയുന്നതെന്ന് നോക്കാം. ഏതാണ്ടൊരോർമ്മ വരുന്നുവോ, ചില ഓർമ്മകൾ വരുന്നുണ്ടോ, ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയെത്തും കടന്നു പോമീ വഴി. അല്ലെ, നമ്മളിനി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്താലും ഓർക്കാതിരുന്നാലും തിരുവാതിര വന്നു പോകും, ഈ വഴി കടന്നു പോകും. അല്ലെ, നമ്മൾക്ക് മനുഷ്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റമുണ്ടായാലും പ്രകൃതി അതിൻ്റെ താളത്തിനനുസരിച്ച് തന്നെ അത് ആഘോഷമാക്കി കടന്നു പോകും. നാം ഈ ജനലിലൂടെ എതിരേൽക്കും ഇപ്പഴയ ഓർമ്മകളൊഴിഞ്ഞ കാലം, തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. അല്ലെ, ഈ ഒരു തിരുവാതിര കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ എതിരേൽക്കണം എന്നാണ് കവി പറയുന്നത്. നാം ഈ ജനലിലൂടെ എതിരേൽക്കും. അല്ലെ, നമുക്ക് ജനലിലൂടെ ഈ ആതിരയെ എതിരേൽക്കാം. ഇപ്പഴേ ഓർമ്മകളൊഴിഞ്ഞ താലം, അത് കവിയുടെ മനസ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓർമ്മകൾ ഒഴിഞ്ഞ താലം, അതായത് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊക്കെ മറന്നു കവി, അതൊക്കെ മറന്ന് ഒഴിഞ്ഞ താലമായിട്ട് പുതിയൊരു മനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാം ഒഴിഞ്ഞ് ശൂന്യമായ മനസ്സാണിപ്പോൾ കവിക്കുള്ളത്. തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. അല്ലെ, ഈ ജനലിലൂടെ തിരുവാതിരയെ സ്വീകരിക്കുമ്പോൾ തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി. അല്ലെ, തളർന്ന വിറയാർന്ന കൈകൾ, അല്ലെ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥ, ഒരു തളർന്ന അവസ്ഥയിലും വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. അല്ലെ, കവിയുടെ ശരീരത്തിന് മാത്രമേ വിറയുള്ളൂ, പക്ഷെ എന്താ പറയുന്നത്, അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. അല്ലെ, മനസ്സിനെ ഒഴിഞ്ഞ താലമാക്കിയാണ് അദ്ദേഹം തിരുവാതിരയെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ശാരീരികമായി തളർച്ചയുണ്ടെങ്കിലും തൻ്റെ മനസ്സിന് ഒരു തളർച്ചയും ഇല്ലാതെ, അതിലൊറ്റ മിഴിനീർ പോലും വീഴാതെ. അല്ലെ, ശരീരത്തിനാണ് അസുഖം ബാധിച്ചിരിക്കുന്നത്, പക്ഷെ മനസ്സിപ്പോഴും യുവത്വത്തോടെ ചുറുചുറുക്കോടെ നിൽക്കുന്നുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് മരണത്തിലേക്ക് അടുത്തിട്ട് പോലും കവിയുടെ ഒരു ആത്മധൈര്യം, ദൃഢനിശ്ചയം, ഇനിയുള്ള സമയം അതിനെ എങ്ങനെ ആഘോഷപൂർവമാക്കാം എന്നാണ് കവി പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആതിരയെ വരവേൽക്കേണ്ടത്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്ത് ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. ഹാ
സഫലമീ യാത്ര. അല്ലെ, ഈ കവിതയെ ഏറ്റവും അർത്ഥപൂർണമാക്കുന്നതും ഏറ്റവും മനോഹരമാക്കുന്നതുമായ വരികളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. അല്ലെ, നമ്മൾ പറഞ്ഞു പ്രകൃതി അതിൻ്റെ താളത്തിനനുസരിച്ച് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി അതിനെ ആഘോഷമാക്കി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെ, കാലം ഇനിയും, അല്ലെ, കാലചക്രം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. എല്ലാ പ്രകൃതിയുടെ എല്ലാ ആഘോഷങ്ങളും ഈ കാലചക്രത്തിലൂടെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അല്ലെ, പ്രകൃതിയുടെ അതിൻ്റെ സന്തുലിതാവസ്ഥ എപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. അതിൽ പുതിയ പുതിയ തളിരുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. അല്ലെ, പ്രകൃതി അതിനൊരു മാറ്റവും ഇല്ലാണ്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ മനുഷ്യ ജീവിതം അങ്ങനെയല്ല. ഇടയ്ക്ക് ദുഃഖവും സന്തോഷവും നിറഞ്ഞ് ഏറ്റക്കുറച്ചിലുകളിലൂടെയായിരിക്കും മനുഷ്യ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. പ്രകൃതി അതിൻ്റെ വഴിക്ക് പോകും, പക്ഷെ മനുഷ്യ ജീവിതം അങ്ങനെയല്ല എന്ന് കവി പറയുന്നു. നമുക്കിപ്പോഴീ യാത്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. അല്ലെ, നമുക്ക് ഈ ഒരു അവസ്ഥയെ ആർദ്രമായി സൗമ്യരായി എതിരേൽക്കാം. അല്ലെ, സൗമ്യരായി എതിരേൽക്കുക ജീവിതത്തിൻ്റെ, അല്ലെ, നമ്മുടെ സ്വഭാവ സവിശേഷത കൂടിയാണത്. സൗമ്യരായി എതിരേൽക്കാം എന്നാണ് കവി പറയുന്നത്. വരിക സഖി, അരികത്ത് ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം, ഹാ സഫലമീ യാത്ര. അല്ലെ, ഇങ്ങനെയൊക്കെ വേണം നമ്മുടെ ജീവിതം ഇനി കടന്നു പോകാൻ. വരിക സഖി, നീ എൻ്റെ അരികത്ത് ചേർന്ന് നിൽക്കൂ. അല്ലെ, കവി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ നീ എൻ്റെ അരികത്ത് തന്നെ നിൽക്കണം. നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. അല്ലെ, പരസ്പരം താങ്ങും തണലുമായി നിൽക്കാം എന്നാണ് കവി പറയുന്നത്. ഹാ സഫലമീ യാത്ര. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ജീവിതം സഫലമാകുന്നു എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ജീവിതം എപ്പോഴും ഒരേ ഗതിയിലായിരിക്കില്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ, സന്തോഷമുണ്ടാവും, ദുഃഖമുണ്ടാവും, അങ്ങനെ പലവിധ അനുഭവങ്ങളിലൂടെയായിരിക്കും നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഊന്നുവടികളായി നിൽക്കണമെന്നാണ് കവി പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിന് താങ്ങും തണലുമായി, പരസ്പരം അവർ താങ്ങും തണലുമായി ഊന്നുവടികളായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഏതൊരു ദാമ്പത്യ ജീവിതത്തിനും അടിസ്ഥാനമായി വേണ്ട ഒരു ഗുണമാണ്. ജീവിതം പല രീതിയിലും പോകാം, പക്ഷെ എപ്പോഴും പരസ്പരം പഴിചാരാതെ അന്യോന്യം കരുതലും സ്നേഹവും നൽകി താങ്ങും തണലുമായി നിൽക്കണം. എങ്കിൽ ജീവിതം സഫലമാകും. ഇവിടെ കവി സഫലമീ യാത്ര എന്ന് പറയുന്നത് കവിയുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചായിരിക്കാം. കാരണം ദാമ്പത്യ ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു കവി. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം സഫലമായിരുന്നു. ആ ജീവിതയാത്ര സഫലമായിരുന്നു. കവി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമാകാം. പക്ഷെ ഇവിടെ അവരുടെ ദാമ്പത്യ ജീവിതം സഫലമായിരുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ നമ്മൾ സഫലമീ യാത്ര എന്ന കവിതയിലൂടെ മനസ്സിലാക്കിയത് എന്നൻ കക്കാട് എന്ന കവിയുടെ ജീവിത വീക്ഷണമാണ്. അല്ലേ, ജീവിതം അവസാനിക്കുകയായി എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഇനിയുള്ള സമയത്തെ എത്രത്തോളം ആസ്വാദ്യകരമായി, എത്രത്തോളം ആഘോഷത്തോടെ കടന്നു പോകാം എന്നാണ് കവി പറയുന്നത്. ചെറിയ വീഴ്ചയിൽ പോലും തളർന്നു പോകുന്നതാവരുത് നമ്മുടെ ജീവിതം. എത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചാലും പിന്നീട് ഇനി വരുന്ന കാലത്തേക്ക്, ഇനി വരുന്ന നിമിഷത്തെ ആഘോഷപൂർവ്വമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇതാണ് സഫലമീ യാത്ര എന്ന കവിതയിലൂടെ കവി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രവർത്തനങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കാം. നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ ഇരുൾ നീലിമയിൽ
എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ ഞാനൊന്നു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. പഴകിയ ഓർമ്മകളെ വിറയ്ക്കുന്ന ഏകാന്ത താരകളായി കവി കാണുന്നതിൻ്റെ ഔചിത്യം വിശദമാക്കുക. അല്ലെ, കവി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെയാണ് പറയുന്നത്. നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ നീലിമയിൽ. അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിലാവിൻ്റെ വെളിച്ചമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറയുമ്പോൾ ആ പിന്നിലെ ഇരുൾ നീലിമയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആ രോഗാവസ്ഥയാണ് ഇവിടെ ഇരുൾ നീലിമയിൽ എന്ന് പറയുന്നത്. എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ. അദ്ദേഹം ആ പുറത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ കഴിഞ്ഞു പോയ കാലത്തെ ഓർമ്മകളെയാണ് സൂചിപ്പിക്കുന്നത്. വിറയ്ക്കുന്ന താരകങ്ങൾ, കഴിഞ്ഞു പോയ ഓർമ്മകൾ. വിറയ്ക്കുന്ന താരകങ്ങൾ എന്ന് പറയുമ്പോൾ അത് കവിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. ഒന്ന് സ്വയമേ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത അവസ്ഥ, അതും തിളങ്ങുന്ന വിറയ്ക്കുന്ന നക്ഷത്രം അദ്ദേഹത്തിൻ്റെ ശരീരവുമാണെന്നും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം, ബധിരമാം ബോധം, ഇരവിൻ വ്രണങ്ങൾ, ഇത്തരം പ്രയോഗങ്ങൾ കാവ്യത്തിന് സവിശേഷ ഭംഗി നൽകുന്നുണ്ടോ? കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. നമുക്ക് നോക്കാം. ബധിരമാം ബോധം. ബധിരം എന്ന് വെച്ചാൽ കേൾവിയില്ലാത്ത അവസ്ഥ, ബോധം. പക്ഷെ ബധിരമായ ബോധം രണ്ട് വിരുദ്ധമായ അവസ്ഥയാണെങ്കിൽ പോലും ബധിരമാം ബോധം, ആ ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഇരവിൻ വ്രണങ്ങൾ. ഇരവെന്ന് വെച്ചാൽ ഇരുട്ട്, രാത്രി. രാത്രിയിലെ വ്രണങ്ങൾ എന്നാണ്, മുറിവുകൾ എന്നാണ് പറയുന്നത്. അവിടെയും സൂചിപ്പിക്കുന്നത് ഇരവ് എന്ന് പറയുന്നത് കവിയുടെ അസുഖത്തെയാണ്. ആ അസുഖത്തിൻ്റെ വ്രണങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് സമാനമായ വരികൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ കാവ്യത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സമാനമായ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുന്നീ തെരുവ് വിളക്കുകൾക്കപ്പുറം. നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കുമീ തെരുവ് വിളക്ക്. അതായത് തെരുവ് വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ തലപ്പത്ത് ഇരുട്ടായിരിക്കും, അതിൻ്റെ തലമുകളിൽ ഇരുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് കാവലായി നിൽക്കുന്നതാണ് തെരുവ് വിളക്ക്, പക്ഷെ ഇരുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും. നമ്മൾ പറഞ്ഞു ആ ജീവിതം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. സുഖവും ദുഃഖവും നിറഞ്ഞങ്ങനെ പല നിറങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുമാണ് ജീവിതം. അപ്പോൾ ജീവിതത്തെ ഇവിടെ പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. അല്ലെ, ജീവിതം അല്ലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നിട്ടാണ് നമ്മൾ അവസാനം ജീവിതത്തിൽ ഇത്തിരി ശർക്കര നുണയുന്നത്. ചവർപ്പ് അല്ലെ, ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും അവസാനം നമ്മൾ ശാന്തിതൻ ശർക്കര നുണയുന്നു. അല്ലെ, സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് പല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ട് ആണെന്നാണ് പറയുന്നത്. പഴയൊരു മന്ത്രം സ്മരിക്കാൻ നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കണം. അല്ലെ, ഒരു ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഊന്നുവടി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലുമായി ഊന്നുവടികളെ പോലെ നിൽക്കണം എന്നാണ് ഈ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സഫലമീ യാത്ര എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദീകരിക്കുക. NN കക്കാട് എന്ന കവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് കവിത രചിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. സഫലമീ യാത്ര അല്ലെ, ജീവിതം സഫലമായിരുന്നു, ജീവിതമാകുന്ന യാത്ര സഫലമായിരുന്നു എന്നാണ്
ഈ ഒരു തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഏത് ജീവിതമായിരുന്നു? അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതവും വിജയത്തിലൂടെയായിരിക്കാം പോയിരുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം സഫലമായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നത് ആണ് സഫലമീ യാത്ര എന്ന ശീർഷകം. അടുത്ത ചോദ്യം, നിത്യവും ജീവിതം വിധേയറ്റി മൃത്യുകൊയ്യും വിശാലമാം പാടം തത്ര കണ്ടിടാം കൊയ്തതിൽ ചാമ്പൽ കുത്തതിലേന്തി കുളിർത്ത ഞാർക്കൂടും. വൈലോപ്പിള്ളി കന്നിക്കൊയ്ത്ത്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. സഫലമീ യാത്ര NN കക്കാട്. ജീവിതത്തെക്കുറിച്ച് വൈലോപ്പിള്ളിയും കക്കാടും അവതരിപ്പിക്കുന്ന വീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ രണ്ട് കവികളും ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നിത്യവും ജീവിതം വിധയേറ്റി മൃത്യുകൊയ്യും വിശാലമാം പാടം. ഇവിടെ ജീവിതത്തെ എന്തായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അതേ ഒരു പാടമായിട്ടാണ് അല്ലെ. നിത്യവും ജീവിതം വിധയേറ്റി മൃത്യുകൊയ്യും വിശാലമാം പാടം. വിശാലമായ പാടമാണ് നമ്മുടെ ജീവിതം. അവിടെ വിധയേറ്റുക എന്ന് പറയുമ്പോൾ ജീവിതം ആരംഭിക്കുന്നു. മൃത്യുകൊയ്യും വിശാലമാം പാടം. മൃത്യുകൊയ്യുക ജീവിതം അവസാനിക്കുന്നു. അങ്ങനെ ജീവിതം വിധിക്കുകയും കൊയ്യുകയും ചെയ്യുന്ന വിശാലമായ പാടമാണ് ജീവിതം എന്ന് വൈലോപ്പിള്ളി പറയുന്നു. തത്ര കണ്ടിടാം കൊയ്തതിൻ ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാർക്കൂടും. അല്ലെ, കൊയ്യുക എന്നത് മൃത്യുവാണെന്ന് നമ്മൾ പറഞ്ഞു. തത്ര കണ്ടിടാം കൊയ്തതിൻ ചാമ്പൽ കുത്തിലേന്തി കുളിർത്ത ഞാർക്കൂടും. അല്ലെ, എല്ലാം കൊയ്ത് കഴിഞ്ഞ് അതിനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പോലും എന്ത് സംഭവിക്കും? കുളിർത്ത ഞാർക്കൂടും. അതിൽ നിന്ന് വീണ്ടും പുതിയ മുളകൾ പൊട്ടി പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത് അല്ലെ. പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ കാലചക്രത്തിനനുസരിച്ച് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് അല്ലെ. ജീവിതം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ പോലും പിന്നീട് അവിടെ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ ഉണ്ടാകുമെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി NN കക്കാട് എന്താണ് പറയുന്നത്? കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം അല്ലെ. അതായത് പ്രകൃതി അതിൻ്റെ കാലചക്രത്തിനനുസരിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വിഷു വരും, ഓണം വരും അല്ലെ, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അങ്ങനെ പ്രകൃതി അതിൻ്റെ താളത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. പക്ഷെ മാറ്റം സംഭവിക്കുന്നത് എവിടെയാണ്? മനുഷ്യ ജീവിതത്തിലാണ് അല്ലെ. മനുഷ്യ ജീവിതം ഏറ്റക്കുറച്ചിലുകളിലൂടെ കടന്നു പോകും. പക്ഷെ പ്രകൃതി അതിൻ്റെ കാലചക്രത്തിനനുസരിച്ച് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ട് കവികളും ഏകദേശം ജീവിതത്തെ അല്ലെങ്കിൽ പ്രകൃതിയും ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരേ വീക്ഷണമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ സഫലമീ യാത്ര എന്ന ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.